ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ഓൾട്രേഷനാണ് കാണിക്കുന്നത് കേട്ടോ. അതായത് ഒരു ചുരിദാറിൻ്റെ ടോപ്പ് ഞാൻ റെഡിമെയ്ഡാണിത്, ഒരു ഗിഫ്റ്റാണിത്. ഇത് ഡബിൾ എക്സലാണ്. അപ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വേണ്ട, എനിക്കൊരു 44 സൈസ് വരെ മതി. ഇറക്കം എനിക്ക് ഓക്കെയാണ്, ഇറക്കം നല്ല പോലെയുണ്ട്. അതിന് ഒന്നുമില്ല. എനിക്ക് അതായത് കയ്യിൻ്റെ ഇറക്കം, കയ്യിൻ്റെ ആ ഭാഗത്ത് ആ വണ്ണം, പിന്നെ നമ്മുടെ ഷേപ്പുകൾ, ഇത് മാത്രമേ എനിക്ക് ഓൾട്ടർ ചെയ്യാനുള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു റെഡിമെയ്ഡ് ഡ്രസ്സ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ അളവിൽ അത് ആക്കാനായിട്ട് നമ്മളിത് എന്തൊക്കെ ചെയ്യാൻ നമുക്ക് നോക്കണം. അപ്പോൾ നമ്മളിതിങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് നമ്മുടെ അളവ് നമ്മൾ എടുക്കണം. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് അളവ് എടുക്കാൻ ഞാൻ ഓൾറെഡി നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. എങ്കിൽ ഇതിപ്പോൾ ഞാൻ ഈ ഒരു അളവ് എടുത്തിട്ട് ഞാനിത് എങ്ങനെ ഇതിനകത്തോട്ട് നമ്മൾ വരച്ചിട്ട് നമുക്കിതെങ്ങനെ ചെയ്യാമെന്ന് നമ്മൾ കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് നമുക്ക് എന്തൊക്കെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഷോൾഡർ ഓക്കെയാണ് കേട്ടോ. ഷോൾഡർ ഇത് കറക്റ്റ് വന്ന് നിൽക്കുന്നുണ്ട്. അവിടെ കുറച്ച് ഇങ്ങനെ വണ്ണം കൂടുതലുള്ള ആ ഒരു ആം ഹോളിൻ്റെ ലൂസാണ് അവിടെ കാണുന്നത്. പക്ഷേ ഷോൾഡർ കറക്റ്റാണ്. അപ്പോൾ ഷോൾഡർ കട്ട് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മളിനി ചെയ്യേണ്ടത് എന്താണെന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഫസ്റ്റ് നമ്മുടെ ചെസ്റ്റ് വണ്ണം എടുക്കണം നമ്മൾ. അപ്പോൾ ഞാൻ എൻ്റെ അളവായിട്ട് ഞാൻ എടുക്കുകയാണ്. അപ്പോൾ ചെസ്റ്റ് വണ്ണം എടുക്കുക. ഞാൻ ടൈറ്റ് ആക്കുവാണെങ്കിൽ എനിക്കിത് 40 മതി, 44 സൈസാണ്. ചുരിദാറിൻ്റെ ടോപ്പ് ആയതുകൊണ്ട് ഞാനിത് 41ലാണ് എടുക്കുന്നത്. അതായത് 1 ഇഞ്ച് ലൂസ് ഇട്ട് നമ്മൾ ഇനി ടൈറ്റായിട്ട് നമ്മൾ ബോഡി ഫിറ്റിങ്ങിൽ ആവശ്യമുള്ളവർ നമ്മുടെ കറക്റ്റ് ടൈറ്റായിട്ടുള്ള ഇതെടുക്കുക. ഞാൻ ടൈറ്റ് എനിക്ക് 40ആണ്. ഞാനിതൊരു 1 ഇഞ്ച് ലൂസ് വിടുന്നുണ്ട്. 41ലാണ് ഞാൻ ചെസ്റ്റ് വണ്ണം എടുക്കുന്നത്. ഇനി നമ്മുടെ ആ ഷേപ്പ് ഭാഗം ആണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ആ ഷേപ്പ് ഭാഗം നോക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഷേപ്പിലോട്ട് നമ്മളൊന്ന് ആദ്യം മുകളിൽ നിന്നൊന്ന് വെച്ച് കൊടുക്കണം. അത് എവിടെയാണോ വരുന്നതെങ്കിൽ നോക്കാം. അപ്പോൾ ഇത് ഞാനൊരു 16ലാണ് ഞാൻ ആ ഷേപ്പ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം, ആ 16 എവിടെയാണോ വന്നത് അവിടെ നമുക്കൊന്ന് റൗണ്ട് ചെയ്തിട്ട് പിടിക്കാം. അപ്പോൾ ആ റൗണ്ട് ചെയ്ത് പിടിക്കുമ്പോൾ നമ്മുടെ ആ ഒരു വയറിൻ്റെ ഭാഗത്തിൻ്റെ ഒരു വണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 41 ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് 41 കിട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ച് അരയിഞ്ച് വേണമെങ്കിൽ കുറച്ച് ലൂസ് ഇടുന്നതുകൊണ്ടും കുഴപ്പമില്ല കേട്ടോ. ഫിറ്റിംഗ് ആണെങ്കിൽ നിങ്ങൾ ഇതിങ്ങനെ അളവെടുക്കുക. ഇനി പിന്നെ നമുക്ക് ആ ഷേപ്പ് ഭാഗത്ത് നമുക്കൊരു അളവെടുക്കുക. ഇത് നമ്മളിങ്ങനെ ഷേപ്പ് ചെയ്ത് അടിക്കണമെങ്കിൽ നമുക്ക് ഈ അളവുകൾ എടുക്കണം. ഇനി നമ്മളത് ആ ഷേപ്പ് എവിടെയാണ് നമ്മൾ കൊടുക്കുന്നത്? അപ്പോൾ നമ്മൾ ആ മുകളിൽ നിന്ന് നമ്മൾ ആ ലാസ്റ്റ് അവിടെ ആ സ്ലിറ്റ് ഭാഗം നമ്മൾ അടിക്കുന്ന ആ ഭാഗത്തെ ആ ഷേപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഫസ്റ്റ് നമ്മൾ മുകളിൽ നിന്ന് നമുക്ക് എവിടെ ഇറക്കണം. അപ്പോൾ ഞാനൊരു 25ലാണ് ഞാൻ ആ മുകളിൽ നിന്ന് അളവെടുത്തിരിക്കുന്നത്. ആ ഭാഗത്ത് നമുക്ക് ഇതുപോലെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് പിടിക്കാം. അപ്പോൾ ഇത് റൗണ്ട് ചെയ്ത് ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അളവാണ് നമ്മുടെ ആ ഒരു ഭാഗത്തെ അളവ് കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗത്ത് എനിക്കൊരു 46, 47, എനിക്ക് അത്യാവശ്യം നല്ല വയറൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു ഭാഗത്ത് ഇച്ചിരി വണ്ണം കൂടുതലാണ്. അപ്പോൾ നമുക്ക് അത് നമ്മൾ എടുക്കുന്ന ആ ഒരു ഭാഗത്തെ അളവ് നമുക്ക് എടുക്കാം. അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന അളവ് ഇതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് അടയാളങ്ങൾ കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈയിൻ്റെ ഇറക്കം. അപ്പോൾ എനിക്ക് ഇത്ര കൈയിറക്കം ഞാൻ വെക്കാറില്ല. ഞാൻ മുട്ടിന് മുകളിലാണ് അധികം വെക്കുന്നത്. കാരണം മുട്ടിന് താഴെയാകുമ്പോൾ ഈ കൈ ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഇച്ചിരി ഒരു ടൈറ്റ് ബുദ്ധിമുട്ട് പോലെ ഇങ്ങനെ തോന്നും. അപ്പോൾ ഞാൻ സാധാരണ ആ മുട്ടിൻ്റെ ആ ഒരു വര വരുന്നില്ലേ നമ്മുടെ ആ ഒരു ഭാഗം വരെ എടുക്കും. ഒരു 12, 13, അതിൽ കൂടുതൽ ഞാൻ ഇറക്കം കൊടുക്കാറില്ല. അപ്പോൾ ഞാനിതൊരു 13 കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ അളവ് എടുക്കുക. ആദ്യം എവിടെ വരെയാണെങ്കിൽ അത് എടുക്കണം. പിന്നെ നമ്മൾ ആ 13 എവിടെ വരുന്നെങ്കിൽ അവിടുത്തെ റൗണ്ട് പിടിച്ചിട്ട് നമുക്ക് ആ വണ്ണം കൂടെ നമ്മൾ നോക്കണം. അപ്പോൾ ആ ഇറക്കമാണ് ഒരു 13, 13ആണ്. 12ആണ് എൻ്റെ ടൈറ്റ് ഫിറ്റിങ്. അപ്പോൾ 13 പറയുമ്പോൾ കുറച്ച് ലൂസായിട്ട് കിടക്കും. അപ്പോൾ ആ ഒരു അളവെടുത്ത് നമുക്ക് തയ്ച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് അടിക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 13 എടുത്തെന്ന് വിചാരിച്ച് 13 അടിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് 12.5 മതിയാകും. അപ്പോൾ നമ്മൾ നോക്കി അടിക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മുടെ ആം ഹോളാണ് എടുക്കേണ്ടത്. അപ്പോൾ ആം ഹോൾ എടുക്കാൻ ഞങ്ങൾ നേരത്തെ കാണിച്ചത് ഇതുപോലെ നമ്മൾ പുറകിലോട്ട് ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വലിച്ചു പിടിക്കുക. അപ്പോൾ ഒരു 19ലാണ് ലൂസ് ആം ഹോളാണ് കേട്ടോ. കറക്റ്റ് വലിച്ചു പിടിച്ചിട്ടുള്ളതല്ല. കുറച്ച് ചുരിദാറാകുമ്പോൾ നമ്മൾ അത്രയ്ക്ക് ടൈറ്റൊന്നും പിടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആം ഹോൾ ഞാൻ 19 എടുത്തിട്ടുണ്ട്. അപ്പോൾ തയ്ക്കാൻ ഓൾട്രേഷൻ ചെയ്യാനുള്ള അളവുകളൊക്കെ ഞാൻ ഇതിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇറക്കത്തിൽ ഞാനൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഞാൻ ഈ അടയാളങ്ങളൊക്കെ കൊടുത്തിട്ട് നമുക്ക് ഇത് എങ്ങനെ ഓൾട്ടർ ചെയ്ത് നമുക്ക് എൻ്റെ ഒരു അളവിൽ നമുക്ക് ഇതിനെ ഭംഗിയാക്കി എടുക്കാമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതിനെ ഒന്ന് അളവൊക്കെ വരച്ചു കൊടുക്കാം. ഫസ്റ്റ് നമുക്ക് ഷോൾഡർ ഒന്നും ചെയ്യാനില്ല. നമുക്ക് കൈയാണ് നമുക്ക് ഫസ്റ്റ് ഇറക്കം കുറയ്ക്കാനുള്ളത്. അപ്പോൾ ഞാൻ ഈ 2 കൈ ഒന്ന് കൂട്ടി വെക്കാം കേട്ടോ. 2 കൈയും കൂടി കൂട്ടി വെക്കാം. കൂട്ടി വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഇറക്കം നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഇറക്കം നമ്മൾ ഈ ഷോൾഡറിന് ഇങ്ങനെ വെച്ച് നോക്കാം. ഷോൾഡറിന് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് എത്ര ഇറക്കം വേണം നോക്കാം. അപ്പോൾ 13 ഇഞ്ച് ഇറക്കമാണ് ഞാൻ എടുത്തിരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ വരെ ഇറക്കം മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് ഈ 13 വെച്ചിട്ട് ഇവിടെ ഒരു 4 ഇഞ്ച് വെച്ചിട്ട് ഒരു 13.4 നമുക്ക് ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഈ ബോർഡർ അഴിച്ചെടുത്തിട്ട് ഈ ബോർഡർ നമുക്ക് ഇതിൻ്റെ മുകളിൽ വെച്ച് അടിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ വണ്ണം, അപ്പോൾ നമുക്കത് കുറവ് കിട്ടും. നമുക്കിത് ഓൾറെഡി നമുക്ക് അവിടുത്തെ വണ്ണം ഇത് ഓൾറെഡി ഉണ്ട്, വണ്ണം ഉണ്ട്.
അപ്പോൾ നമുക്ക് അതിവിടെ കയറ്റി വെച്ചിട്ട് നമുക്കിത് ജോയിൻ ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്കിതിനെ ഒന്ന് 13 വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് 13.4 നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമുക്കിതിനെ വെട്ടി എടുക്കാം. അപ്പോൾ കൈ കഴിഞ്ഞു. ഇനി കയ്യിൽ നമുക്ക് ഈ ബോർഡർ നമുക്ക് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ബോർഡർ നമുക്ക് വെച്ച് അടിക്കാം. ഇനി നമുക്കിതിൻ്റെ വണ്ണമാണ് നമുക്ക് നോക്കേണ്ടത്. വണ്ണം നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മളിത് മറച്ച് പിടിക്കണം. മറച്ച് പിടിച്ചിട്ട് നമ്മൾ ഇതിനെ ഇങ്ങനെ മടക്കി നമ്മൾ ഇട്ട് കൊടുക്കണം. മറച്ച് പിടിക്കുക. എന്നിട്ട് നമ്മൾ ഇത് നീളനെ നമുക്ക് ഇട്ട് കൊടുക്കാം. 2 വശം കറക്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. ചുളികളൊന്നും ഇല്ലാതെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ മറച്ച് പിടിച്ചിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആം ഹോള് എത്രയാണെന്ന് നോക്കണം ആദ്യം. അപ്പോൾ ആം ഹോള് നമ്മൾ നോക്കിയത് എത്രയാണ്? 19 നമ്മൾ ആം ഹോള് നോക്കിയത്. അപ്പോൾ നമുക്ക് 9.5. അപ്പോൾ ഫിറ്റിംഗ് നടത്തുമ്പോൾ എപ്പോഴും നമ്മൾ ആം ഹോളാണ് നോക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ആം ഹോൾ ഇവിടെ എടുക്കുന്നുണ്ട്. ഞാൻ 9.5 ഞാൻ അടയാളം കൊടുക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇതിൻ്റെ ഇങ്ങനെ ആം ഹോൾ 9 അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ വണ്ണം കറക്റ്റ് ആണോ നമുക്ക് അറിയണം. അതിന് വേണ്ടി ഞാനിവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ കറക്റ്റ് കിട്ടുന്ന കണ്ടോ 11.4 ഇച്ചിരി കൂടുതലുണ്ട്. അപ്പോൾ ആം ഹോൾ ഞാൻ 9.5 കൊടുത്തു. അപ്പോൾ നമുക്ക് വണ്ണം കറക്റ്റായിട്ട് കിട്ടും. അതാണ് ഞാനിങ്ങനെ വെച്ച് കാണിച്ചത് കേട്ടോ. ആം ഹോളാണ് നമ്മൾ ഫിറ്റിംഗ് സമയത്ത് എടുക്കേണ്ടത്. ഇതിൽ ആം ഹോൾ എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഇത് റെഡിമെയ്ഡ് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിലൊരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ചെസ്റ്റിൻ്റെ വണ്ണം കൂടെ നമ്മൾ നോക്കണം. അപ്പോൾ ആ ചെസ്റ്റിൻ്റെ വണ്ണം നമ്മളിങ്ങനെ വെച്ച് നോക്കുമ്പോൾ 44 ഞാൻ 45 എടുക്കുന്നത് പറഞ്ഞായിരുന്നു. അപ്പോൾ ഒരു 11.4 കിട്ടിയാൽ മതി. അപ്പോൾ നമുക്കിത് കറക്റ്റ് 11.4 ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ഷേപ്പാണ് എടുക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ എത്ര എടുത്ത് 16 ഞാൻ പറഞ്ഞത്. മുകളിൽ നിന്ന് നമുക്കിങ്ങനെ ഷോൾഡറിൻ്റെ ഒരു ഭാഗമില്ല, ഇതേ ഭാഗത്ത് നമുക്കിങ്ങനെ വെക്കാം. ഇത് വെച്ചിട്ട് നമുക്ക് താഴോട്ട് 16 അടയാളപ്പെടുത്താം. അപ്പോൾ ഈ ഒരു സൈഡിലാണ് വരുന്നത്. അപ്പോൾ അവിടെയും 41 തന്നെയായിരുന്നു എടുത്തത്. അപ്പോൾ നമുക്ക് അവിടെ ഒരു 11.4 ഞാൻ അടയാളപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അവിടെ ഒത്തിരി ഒന്നുമില്ല, എന്നാലും ഇച്ചിരി ഉണ്ട്. അത് നമുക്കിവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കാം. ഇനി നമ്മൾ താഴോട്ട് കുറച്ചുകൂടി ഇറക്കാം. അപ്പോൾ ഞാൻ 25 ഞാൻ അവിടുത്തെ നമ്മൾ സ്ലിറ്റ് ഇടുന്നതിൻ്റെ ആ ഭാഗത്ത് ഷേപ്പ് നോക്കിയിരുന്നത്. അപ്പോൾ 25 അവിടെ നമുക്ക് എടുക്കാം. ഇത് 25 അവിടെയാണ് വരുന്നത്. ഇവിടുത്തെ വണ്ണം ഞാൻ എടുത്തത് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 47 എടുത്തത്. അപ്പോൾ നമുക്ക് 47 എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ എത്ര എടുക്കാം? 11 ആകുമ്പോൾ 44, 12 ആകുമ്പോൾ എത്ര? 48 വരും. അപ്പോൾ ഈ സൈഡിൽ നമുക്കൊരു 12 അടയാളപ്പെടുത്തി കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നിന്ന് ഈ ഒരു ലൈനിൽ നിന്ന് നമുക്ക് ഈ ലൈനിലോട്ട് വരയ്ക്കാം. പിന്നെ നമുക്ക് ഈ ലൈനിൽ നിന്ന് നമുക്ക് ഈ ലൈനിലോട്ട് വരയ്ക്കാം. ഈ ലൈനിലോട്ട് വരച്ച് കഴിഞ്ഞിട്ട് നമുക്കിതിനെ അങ്ങോട്ട് ഷേപ്പ് അങ്ങോട്ട് നമ്മുടെ എ ലൈനായിട്ട് പോലെയല്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്തോട്ട് നമുക്ക് ആ ലൈൻ കൊടുക്കാം. ഇങ്ങനെ കൊടുത്തിട്ട് നമുക്കിതിനെ ചെരിച്ച് നമുക്ക് ഈ അറ്റത്തോട്ട് നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ കൊടുക്കാം നമുക്ക്. അപ്പോൾ അത്രയും ഭാഗം നമുക്ക് ഓക്കെ. ഇനി നമുക്ക് വേണ്ടത് ഇവിടുത്തെ വണ്ണാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ പിടിക്കുക. എത്ര ഉണ്ടെന്ന് നോക്കാം. നമുക്ക് ഇവിടെ 13 അല്ലെങ്കിൽ ഒരു 12.5 നമുക്കിവിടെ കിട്ടണം. അപ്പോൾ നമ്മളിങ്ങനെ പിടിക്കുക. ഇവിടെ നമുക്ക് അടയാളപ്പെടുത്തി ഇവിടെ സ്റ്റിച്ചാണ് കേട്ടോ. ഇവിടെ അടിച്ചിട്ടുള്ളൊരു ഭാഗമാണ്. അപ്പോൾ നമുക്ക് ഇത് കഴിച്ചിട്ടുള്ള ഭാഗം നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് 12 വേണ്ടത്. അപ്പോൾ നമുക്ക് 13 വേണ്ടത്. അപ്പോൾ ഞാൻ 6.5 അടയാളപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ 6 നമ്മളിങ്ങനെ നേരെ വരച്ചിട്ട് അത് നമ്മളിത് ഈ കൈക്കുഴയുടെ അവിടോട്ട് മുട്ടിച്ചു കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ ഉണ്ടോ? ഇത്രയും ഭാഗം ഇങ്ങനെ നമ്മൾ ഈ ഷേപ്പിൽ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ള ആ ഷേപ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇനിയിപ്പോൾ ഞാനത് സ്റ്റിച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് അതിരിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഞാൻ ഇത് ഓൾട്രേഷനൊക്കെ ചെയ്ത് കൈയിൻ്റെ ഇത് ഇറക്കം കുറച്ച് നമ്മുടെ കൈയിൻ്റെ വണ്ണമൊക്കെ അടിച്ച് ഇടയെല്ലാം ഞാൻ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്തെടുത്തിട്ടുള്ള ചുരിദാറാണിത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഞാൻ ഇട്ടപ്പോൾ ഉള്ള ആ ലൂസും അതിൻ്റെ ആ ഒരു ഇതും കൈ ഇതെല്ലാം ആ വളരെ ലൂസായിട്ട് കിടക്കുന്ന ആ ഒരു അല്ലേ ഒരു എന്താ പറയുക ഒരു പെർഫെക്റ്റ് അല്ലാത്ത പോലെ ആയിരുന്നു. അതിനെ നമ്മളൊന്ന് ഓൾട്ടർ ചെയ്തെടുക്കുമ്പോൾ സിമ്പിളാണ് ഓൾട്ടർ ചെയ്യാനായിട്ട്. ഇപ്പോൾ കൈയും ബോഡി മാത്രമേ ഞാനിപ്പോൾ ഇതിനകത്ത് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. പക്ഷേ അത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്രസ്സിൻ്റെ തന്നെ ഒരു എന്താ പറയുക ആ ഡ്രസ്സിൻ്റെ ലുക്ക് തന്നെ ഒന്ന് നമുക്ക് മാറി കിട്ടും. അപ്പോൾ ഇതുപോലെ നിങ്ങളിങ്ങനെ വണ്ണം കുറയ്ക്കുമ്പോഴും കൈയൊക്കെ കുറയ്ക്കുമ്പോൾ എല്ലാം നിങ്ങൾ ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഞാൻ നെക്സ്റ്റ് ഷോൾഡർ ഇപ്പോൾ ഇതിന് കറക്റ്റ് ആയതുകൊണ്ടാണ് ഈ ഷോൾഡറിൽ ഞാനിതൊന്നും ചെയ്യാതിരുന്നത്. ഇനി നമുക്ക് എപ്പോഴെങ്കിലും എനിക്കിങ്ങനെ ഓൾട്രേഷൻ ഷോൾഡർ കുറച്ച് ചെയ്യേണ്ടി വരുമ്പോൾ അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഓൾട്രേഷൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അറിയാത്തവർ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.